ലക്ഷ്മി ലക്ഷ്മി ചേച്ചി കൺഫേം. ചേച്ചി എന്താണ് ഗെയിം കളിക്കുന്നു? കയ്യിലെന്ത് ചേച്ചി? പഴം വേണോ? വേണ്ട. എന്താടോ എന്താടോ ചേച്ചി കറി വേണം. എന്തിന്? നീ മീൻ വെട്ടി കഴിഞ്ഞാ? ആ വെട്ടിക്കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞിട്ട് കറി ഉണ്ടാക്കാം. ഓ ചേച്ചി, ഞാൻ കൊറേ നാളായിട്ട് ചേച്ചി എടുത്ത് ഇങ്ങനെ ചോദിക്കണം എന്ന് വിചാരിക്കാം. എന്തുവാ? ചേച്ചി അളിയനായിട്ട് എന്തേലും പ്രശ്നമുണ്ടോ? ഞാനും അളിയനും തമ്മിൽ എന്ത് പ്രശ്നം? എന്തെങ്കിലും പ്രശ്നം? ഒന്നുമില്ല. അല്ല ചേച്ചി, ഈ ചേച്ചിയുടെ എന്താ കൈ ഇങ്ങനെ ഇവിടെ തട്ടിയതാ. ചേച്ചിക്ക് ഞങ്ങളടുത്ത് പറയാൻ പറ്റാത്തതായ എന്തെങ്കിലും പ്രശ്നം? ആ കണ്ണ് കണ്ടാ അറിയാം. ആ കണ്ണിലുണ്ട് ചേച്ചിയുടെ സങ്കടം. കണ്ണില് സങ്കടവും? എടാ നിനക്ക് എന്താടാ വയ്യേ? നിനക്ക് സങ്കടം കണ്ടുപിടിക്കാൻ വന്നേക്കുന്നത് പോയേ. ഞാനോ തന്നെ ചോദിക്കണം, ചേച്ചിക്ക് വയ്യേ? എടാ പോടാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. മാനസികമായിട്ട് വല്ല പ്രശ്നമുണ്ടോ? ഇല്ലെന്ന്. മനക്കട്ടി ഒന്നാമത് ചേച്ചി കുറവാണ്, അതുകൊണ്ടാണ് ചോദിക്കണത്. വല്ല കുഴപ്പമുണ്ടെങ്കിൽ പറ ചേച്ചി. എന്തായാലും ലക്ഷ്മി തിരിക്കറ്റി വെക്കും ഞാൻ വാ തുറന്ന. ചേച്ചിക്ക് ഈ ലോകത്തിനോട് വിളിച്ചു പറയാൻ പറ്റാത്തതായിട്ടുള്ള എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ ചേച്ചി പറഞ്ഞ ധൈര്യമായിട്ട് പറഞ്ഞോ. ആ എനിക്ക് ഒരു വിഷമമുണ്ട്. ആ പറ 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 പറ. നിന്റെ സ്വഭാവം വെച്ചേ നീ ഒരു കാലത്തും ഗതി പിടിക്കില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോ നല്ല വിഷമമുണ്ട് ചേച്ചിക്ക്. ചേച്ചി ഫണ്ണടിച്ചേ അല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. എന്ത് മീൻ വൃത്തിയാക്കി കഴിഞ്ഞാ? മീൻ വൃത്തിയാക്കി കഴിഞ്ഞ്. എന്നാ ഒന്ന് പോയി കുളിച്ചൂടെ, നാറിയിട്ടും വയ്യ. വെരി ട്രൂ. എന്താണ് ഇവിടെ ടോക്ക്? ആ ഇവൻ പറയുന്നത് എന്റെ കണ്ണിൽ എന്തോ ദുഃഖം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന്. നോക്കട്ടെ. കണ്ണ് തന്നെ കാണാനില്ല, പിന്നെയാണ് ദുഃഖം. എന്ത് ദുഃഖം? ആ എനിക്കറിയാൻ പാടില്ല, ഇവരെന്തൊക്കെയോ വിളിച്ചു പറയുന്നു. ചേച്ചി പറഞ്ഞ മീനാറ്റവേ എനിക്കല്ല. പിന്നെന്ത് നിനക്കല്ലേ? ഓ ഗോഡ്, എന്താ ഇത്? നമ്മൾ പിടിച്ചിട്ടൊന്ന് മീനിന്റെ വയറ്റിൽ നിന്ന് കിട്ടിയതാ. മീനിന്റെ വയറ്റിന്നോ? എന്തോ രാക്കറാന്ന് പിടിച്ച മീനാ അത്. നിന്നെ പോലെ തന്നെ ഏട്ടാ. കുപ്പി ഉൾപ്പെടെ മീൻ വിഴുങ്ങിയ. കുപ്പിയുടെ കാര്യം വിടും. ഇത് വായിച്ചോ. എന്തോ അത്? അയച്ചോടി. നല്ല മീനാറ്റം. അയച്ചോടി. എന്റെ ദുഃഖം ആരും കാണാതെ പോകുന്നു. എനിക്ക് പേടിയാവുന്നു. ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണം. ലക്ഷ്മി. ലക്ഷ്മി അതിന് ലക്ഷ്മി. ഓ ലക്ഷ്മി. എടി ലക്ഷ്മി. ആ ലക്ഷ്മി. അതിനിപ്പോ എന്ത്? എടി എന്റെ ചേച്ചിയുടെ പേരെന്തോ? ലക്ഷ്മി. നിന്റെ ചേച്ചിയുടെ പേരെന്തോ? എടാ നമുക്ക് ഒരു ചേച്ചിയല്ലേ ഉള്ളൂ, ലക്ഷ്മി. ലക്ഷ്മി എന്തുവാ? ലക്ഷ്മി. ലക്ഷ്മി. ഈ ലക്ഷ്മിയാണോ ആ ലക്ഷ്മി? ചേച്ചിക്ക് എന്തിനാ വയ്യേ ഇത് മുഴുവൻ എഴുതിയിട്ട് പാവം മീനിനെ കൊണ്ട് തീറ്റിപ്പിക്കാനായിട്ട്? ഞാൻ അറിയാത്തന്നെ ചോദിക്കാം. നീ ശരിക്കും മണ്ടിയായിട്ട് അഭിനയിക്കണ? എന്തേ? പിന്നെ അല്ലാതെ പിന്നെ ഇടി ചേച്ചിക്ക് എന്തോ വലിയൊരു മനോവിഷമം ഉണ്ട്. അത് നമ്മുടെ അടുത്ത് പറയാൻ പറ്റൂല. അതുകൊണ്ട് ചേച്ചി അതൊരു പേപ്പറിൽ എഴുതിയിട്ട് മീനിന്റെ അടുത്ത് പോയി പറഞ്ഞു. പേപ്പറിൽ എഴുതിയിട്ട് കുപ്പിക്കകത്തെടുത്ത് ഇട്ടു, അടച്ചു, പാറമടയിൽ ഇട്ടു. അതേതോ മീൻ തിന്നു. അങ്ങനെ ആയിരിക്കും. എന്റെ അമ്മോ, എന്നിട്ട് ആ മീനെ തന്നെ നമ്മള് കറക്റ്റ് ആയിട്ട് പിടിച്ചല്ലേ കേശു? ആരോട്? നീ പിടിച്ചല്ലേ കേശു? എന്തൊരാലോചന? എന്തൊരാലോചന? ഒന്നുമില്ല ചേച്ചി. എന്താ? കണ്ണു നോക്ക്. ചേച്ചിയുടെ കണ്ണി നോക്കാൻ.
ഇവിടുന്ന് കാണുന്നില്ല. എന്താണ്? ചേച്ചി ഒന്ന് വരൂ. പോടാ അവിടെ നിന്ന്. ചേച്ചി ഒന്ന് വാ, ചേച്ചി ചേച്ചി. ചേച്ചിയുടെ കണ്ണിൽ എന്തെങ്കിലും പോയാ? എടീ കാര്യം പറയാൻ എനിക്ക് മനസ്സിലാവുന്നില്ല, അതുകൊണ്ടാണ്. എടീ ചേച്ചിക്ക് നമ്മുടെ അടുത്ത് പറയാൻ പറ്റാത്ത എന്തോ വലിയ പ്രശ്നമുണ്ട്. പിന്നെ അങ്ങനൊന്നും ആയിരിക്കൂല. അല്ലെങ്കിൽ തന്നെ ഈ ലക്ഷ്മി നമ്മുടെ ലക്ഷ്മിയാന്ന് നിനക്ക് ഇത്ര ഉറപ്പ്? കയ്യക്ഷരം നോക്കടി. കണ്ടിട്ട് ചേച്ചിയുടെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ പോലെ ഉണ്ട്. എന്നാലും ഒന്ന് ക്ലിയർ ആക്കണ്ടേ? ഇതൊന്ന് കൺഫേം ചെയ്യണം. എന്താ നീ പോകുന്നു? ഇല്ല, നീ തന്നെ പോണം. വന്നാണോ? ചേച്ചി അല്ല ചേച്ചി. എന്റെ പൊന്നു മോനെ കേശു, എനിക്ക് നിലവിൽ യാതൊരു ദുഃഖവും ഇല്ല. ഞാൻ അത് ചോദിക്കാൻ വന്നല്ലേ. പിന്നെന്താ? എനിക്കൊരു ഹെൽപ്പ് വേണം. എന്തോന്നു? എഴുതാനൊരു ഹെൽപ്പ് വേണം. അത് നിനക്ക് എഴുതി കൂടി? അല്ല പറ്റൂല. അതൊന്നും പറ്റാത്ത? ചേച്ചി എനിക്ക് ഫോണിൽ ഒരു മെസ്സേജ് വന്നു, അപ്പൊ ആ മെസ്സേജ് എഴുതണം. ഫോണിൽ നോക്കലും എഴുതലും എല്ലാം കൂടെ നടക്കില്ല, അതുകൊണ്ട് ഒന്ന് എഴുതണം. എന്നാ നീ എഴുത്, ആ ഫോണിൽ ഞാൻ വായിച്ചു തരാം. അത് പറ്റൂല. വായിക്കുന്നത് തെറ്റിപ്പോയ ഭയ പ്രശ്നം. സമ്മതിക്കില്ല. അല്ലെങ്കിൽ ചേച്ചിയുടെ പ്രശ്നം എന്താന്ന് പറഞ്ഞാലും. എനിക്ക് എന്താ പ്രശ്നം? നീ പറ. എന്റെ ദുഃഖം ആരും കാണാതെ പോകുന്നു. ആരും കാണാതെ പോകുന്നു. കേട്ടിട്ടില്ലെന്ന് തോന്നുന്നു. എന്താണ് ഇത്? ബാക്കി പറ. എനിക്ക് പേടിയാവും. ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണം. ആരെങ്കിലും എന്നെ രക്ഷിക്കണം. ഈ മൂന്നും കൂടെ കണക്ട് ആവുന്നു. എന്തുവാണ് ഇത്? നിന്നെ ഏതെങ്കിലും കാമുകിമാരയച്ച മെസ്സേജ് ആണോ? ഞാനൊന്നും പറയണില്ലേ. കഴിഞ്ഞ അല്ല, ഒരു ലക്ഷ്മി എന്ന് കൊണ്ടു. ഏത് ലക്ഷ്മി? ഒരു ലക്ഷ്മി. പറഞ്ഞ പോലെ എന്റെ പേരും ലക്ഷ്മി എന്നാണല്ലേ. ഇടയ്ക്കിടയ്ക്കേ ഞാൻ എന്റെ പേര് മറന്നുകൂടാ. ഈ എല്ലാരും ലച്ചു ലച്ചു എന്ന് വിളിച്ചേ. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഈ ലക്ഷ്മി എന്നുള്ളതും ഓർക്കുമായിരിക്കും അല്ലേ? ആ റോട്ടിൽ കൂടെ ഒക്കെ പോകുമ്പോഴത്തേക്ക് ആരെങ്കിലും ലക്ഷ്മി എന്ന് വിളിച്ചേരാ ഓർക്കുമല്ലോ. ഏതാ പിന്നെ അതല്ലാതെ എന്തായാലും ഇതേപോലെ എഴുതുമ്പോ എന്തെങ്കിലും എൽസ്? നത്തിങ്. ഇനി എനിക്ക് പോവാലോ? ചേച്ചി നീ എന്താ ഇവിടെ? അല്ല, ഇതിലെ ഇങ്ങനെ വന്നപ്പോ പിന്നെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ ഇങ്ങനെ നിന്നു, അത്രേ ഉള്ളൂ. ഇതൊരു കളതരം. കണ്ണിലേ അല്ല പൊടിയോ വിഷമോ അങ്ങനെ എന്തെങ്കിലും? കണ്ണിലാണോ വിഷം വരിക്കണേ? അല്ല, ചോദിച്ചെന്നേ ഉള്ളൂ. നോക്ക്. സെയിം ഹാൻഡ് റൈറ്റിംഗ്. എന്റെ പൊന്നേ, എനിക്ക് എഴുതിയത് ചേച്ചി തന്നെ ഏട്ടാ. കേശു, നീയേ അതിലെഴുതിയത് വായിച്ചു കൊടുത്തപ്പോഴത്തേക്കും ചേച്ചിയുടെ മുഖഭാവത്തിൽ എന്തെങ്കിലും മാറ്റോ വിഷമോ പേടിയോ അങ്ങനെ എന്തെങ്കിലും? ഒന്നും കണ്ടില്ല. ഒന്നുമില്ല. ചേച്ചിയുടെ പ്രശ്നം എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അല്ലാതെ ഇനി മുന്നോട്ട് പോവാൻ പറ്റൂല. ചേച്ചി എങ്ങോട്ട് പോയത്?
ചേച്ചി അടുക്കളയിലേക്കാണ് പോയതെന്ന് തോന്നുന്നു. ബാ നോക്കാം.